ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ടോപ്പിക് എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമായിരിക്കും. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ രേണുസുതി ബിഗ് ബോസ് എന്ന വലിയ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് അവരുടെ ഹെയർ എക്സ്റ്റൻഷനെ പറ്റിയിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഹെയറിനകത്തുനിന്ന് അവിടുന്ന് ഇവിടുന്നൊക്കെ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നത് ഞാൻ റിയാക്ട് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ യൂട്യൂബിൽ കയറുന്ന സമയത്ത് റൂമ കോസ്മെറ്റോളജി എന്ന് പറയുന്ന ആ ഒരു പേജിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണുന്നത്. അപ്പം ആദ്യം തന്നെ ഞാനും അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്ത് തന്നെ ചെയ്തെന്ന് പറഞ്ഞാലും അതിൻ്റെ ആഫ്റ്റർ കെയർ മസ്റ്റാണ് എന്നുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അവരും ആ വീഡിയോ ഇട്ടിരിക്കുന്നത്. അവർ വീഡിയോ ഇടാനുള്ള റീസണും കുറേ ആൾക്കാർ അവർക്ക് മെസ്സേജായിട്ടും അല്ലാതെ കോളായിട്ടും ഒക്കെ അവർക്ക് ചെല്ലുന്നുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ടുള്ള. ബിഗ് ബോസ് എന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ നിന്നിട്ടാണ് രേണു ഇത് സംസാരിച്ചിരിക്കുന്നത്. അവർ പുറത്തും അവർക്ക് ഉപകാരം ചെയ്യുന്നവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞതുപോലെ ബിഗ് ബോസിനകത്ത് കയറിയിട്ടും ഉപകാരം ചെയ്തവരെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു കൊളാബറേഷൻ ആയിരുന്നോ എന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്ക് വീഡിയോ എന്താണെന്ന് കാണാം, എന്നിട്ട് ടോപ്പിക്കിലേക്ക് പോവാട്ടോ. സ്വാമി നല്ലപോലെ ചോദിച്ച് നോക്കിയാണ് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ പോലുള്ള എക്സ്റ്റൻഷൻ എന്നല്ല എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിൻ്റെ കെയറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല. അതിപ്പോൾ ആർക്കും അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ രേണുവിന് എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്തു. പക്ഷേ പുള്ളിക്കാരിയുടെ ഞാൻ ഈ വീഡിയോ കണ്ട സമയത്തും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്, എന്ത് തന്നെ സർവീസ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മളുടെ ആഫ്റ്റർ കെയർ അത് മസ്റ്റാണ്. നിങ്ങൾക്കറിയാം, ഞാൻ ആദ്യം തന്നെ ആ വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്, സലൂണിൽ വർക്ക് ചെയ്യാണ്. ഇപ്പോഴും ബ്യൂട്ടി പാർലറിൽ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് തന്നെ. അപ്പം ഇവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ശരിയാണ്. നമ്മളുടെ ഇടയ്ക്ക് ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് അതിൻ്റെ ഗുണവും ദോഷവും നമ്മൾ പറഞ്ഞു കൊടുക്കും. അതിനകത്തിൽ അവർ ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ അവർക്ക് ആ സർവീസ് ചെയ്ത് കൊടുക്കാറുള്ളൂ. അവരും ഈ പറഞ്ഞ ശരിയാണ്, അവരും അതിൻ്റെ ഗുണങ്ങളാണെങ്കിലും ദോഷങ്ങളാണെങ്കിലും അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ കെയറുകളാണെങ്കിലും എല്ലാം രേണുവിന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അവർ ഈ എക്സ്റ്റൻഷൻ അവർക്ക് വെച്ച് കൊടുക്കുന്നത് തന്നെ. നമ്മളിപ്പം ആഫ്റ്റർ കെയർ നമ്മൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാകും. പ്രത്യേകിച്ച് ഹെയറാണ്, ഹെയർ ഫോൾസ്, ഡാൻഡ്രഫ് എല്ലാം തന്നെ നമുക്കുണ്ടാകും. അതുപോലെ നമ്മൾ അതിൻ്റെ ആഫ്റ്റർ കെയർ ചെയ്യാം എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ ഒരു കസ്റ്റമറിന് സർവീസ് നമ്മൾ ചെയ്ത് കൊടുക്കുകയുള്ളൂ. രേണുവിൻ്റെ ഇടയ്ക്ക് പിന്നെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും ഇല്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൊളാബറേഷൻ ആണെന്ന് തോന്നുന്നു, എങ്കിൽ തന്നെയും ആ ഒരു സ്ഥാപനത്തിനെ അത് നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. അത് രേണുവിൻ്റെ ഭാഗത്തുനിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. രേണു പിന്നെ അത് അക്സെപ്റ്റ് ചെയ്യാറില്ല. തിരക്കുകൊണ്ടാണ് തീർച്ചയായിട്ടും. അവർ ഒരു സ്ഥലത്ത് ഒരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളാ എക്സ്റ്റൻഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടായിരുന്നു. ഒരു കോംബ് ചെയ്യുന്ന ഞങ്ങൾ കണ്ടിട്ടില്ല. ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാങ്കിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല. അവര് മുടി കെട്ടി വെച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. പിന്നെ മാത്രമല്ല എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് നടക്കുന്നു. പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ഞങ്ങൾ എക്സ്റ്റൻഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും ഈ മുടി ഇങ്ങനെ വലിച്ചു ഈവൻ എൻ്റെ മുടി പോലും ഞാനിങ്ങനെ ഒരു 1 month കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എൻ്റെ മുടിയുടെ അവസ്ഥ എന്താ, എൻ്റെ എന്നല്ല നമ്മുടെയൊക്കെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പം ഞാൻ ചോദിക്കുന്നത്, എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ, ഇപ്പൊ രേണുസുതിയുടെ മുടി പോയി എന്നവർ പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഇവര് പറഞ്ഞൊരു കാര്യം സത്യമാണ്. കാര്യം നമ്മളും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, രേണു ബിഗ് ബോസിനകത്ത് പോയിട്ട് മുടി കെട്ടിവെച്ച് നമ്മൾ ഇന്നുവരെയും കണ്ടിട്ടില്ല. അത് മാത്രമല്ല, രേണു എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അവർ ഈ പറഞ്ഞതുപോലെ മുടി രണ്ടും പിടിച്ച് ഇങ്ങനെ തന്നെയാണ് രേണു ബിഗ് ബോസിനകത്തിലും ഇരിക്കുന്നത്. അവർ പ്രത്യേകം പറഞ്ഞാണ് വിട്ടത്, രാത്രി മുടി പിന്നി കെട്ടി വെക്കണം, അതുപോലെ തന്നെ ആഫ്റ്റർ കെയർ ഷാമ്പു കണ്ടീഷണറൊക്കെ ഇടണം എന്നെല്ലാം പറഞ്ഞിട്ടാണ് അവർ വിട്ടത്. രേണു എപ്പോഴും ബിഗ് ബോസിനകത്തില്ല നീലി നടക്കുന്നത് പോലെ ഇങ്ങനെ അങ്ങ് നടക്കുക. അപ്പം രേണുവിനെ മുടി ശ്രദ്ധിക്കാനോ സമയം കാണും, പക്ഷെ രേണു ഒട്ട് അത് ശ്രദ്ധിക്കുന്നില്ല. കാരണം അവിടെയുള്ള ബാക്കിയുള്ള ആൾക്കാർ ഹെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്തവർ പോലും ഹെയർ ബൺ ചെയ്ത് വെച്ചുകൊണ്ട് നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ രേണു മാത്രമേ ഉള്ളൂ ഒന്ന് ചെയ്യുക പോലും നമ്മൾ കണ്ടിട്ടില്ല രേണുവിൻ്റെ. അപ്പം ഇത് സമയത്തും രേണു ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുമ്പം എന്താണെങ്കിലും അതിനകത്തിൽ ചിലപ്പോൾ ഡാമേജോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ബിഗ് ബോസ് കാണാത്ത ഒരാളാണ്. അപ്പം ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ ഒന്നുകൂടെ വീഡിയോ ചെക്ക് ചെയ്യുന്നത്.
അതിൽ രേണു പറയുന്നുണ്ട് ഇങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം. ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു, ശരിക്കും ഷോക്കായി. പുള്ളിക്കാരി പറഞ്ഞു ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല. വളരെ റോങ് ആയിട്ടൊരു ഇൻഫർമേഷൻ ആണ്. അതായത് എക്സ്റ്റൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത്. പല ടൈപ്പ് എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാം. നിങ്ങൾക്ക് ഓയിൽ ഇടാം, ഷാംപൂ വാഷ് ചെയ്യാം, ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം. അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സ്റ്റൻഷൻ ആണ് നമ്മൾ വെച്ചു കൊടുത്തത്. അപ്പോൾ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളുടെ എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് 5 days ഒരു പ്രാവശ്യം കണ്ട് ഹെയർ ഈ പറഞ്ഞ രേണുസുതി എക്സ്റ്റൻഷൻ ചെയ്തതിന് ശേഷം 5 days കൂടിയിരിക്കുമ്പോഴേ ഹെയർ വാഷ് ചെയ്യൂ എന്ന് ഓൾറെഡി അവരോട് പറഞ്ഞു കഴിഞ്ഞു. അത് മാത്രമല്ല, രേണു ഈ പറഞ്ഞ ബിഗ് ബോസിനകത്ത് പറഞ്ഞിട്ടുള്ളത് ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ ഹെയർ വാഷ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. അത് തന്നെ ഒരു റോങ് ആയിട്ടുള്ളൊരു ഇൻഫർമേഷനാണ്. കാരണം ഇപ്പം ഈ ഹെയർ സ്മൂത്തൻ ചെയ്യുന്നവരോ കെരാറ്റിൻ ചെയ്യുന്നവരൊക്കെ നമ്മളോട് പറയാറുണ്ട് ഞാനൊരു 1 day കൂടിയിരിക്കുമ്പോഴേ ഹെയർ വാഷ് ചെയ്യൂ എന്നുള്ളത്. അവർ ഷാമ്പൂ കണ്ടീഷണർ ഇട്ട് അങ്ങനെ കെയർ ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ ഡെയിലി ഹെയർ വാഷ് ചെയ്യാത്ത ആൾക്കാരുണ്ട്. ഒരു 2 days കൂടിയിരിക്കുമ്പം അല്ലെങ്കിൽ ഒരു 1 week ഒരു 2 വട്ടമൊക്കെ ഹെയർ വാഷ് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ കാണും. പക്ഷെ രേണു 5 ദിവസം കൂടിയിരിക്കുമ്പോഴേ ഹെയർ വാഷ് ചെയ്യൂ എന്നുള്ളത്. അപ്പം നമുക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. 5 ദിവസം കൂടി ഇരുന്നിട്ട് ഈ ഹെയർ വാഷ് ചെയ്യുന്ന ഒരാൾക്കാരുടെ തലയിൽ പേനാണെങ്കിലും ഈരാണെങ്കിലും ഡാൻഡ്രഫ് ആണെങ്കിലും ഹെയർ ഫോൾ ആണെങ്കിലും നല്ലതുപോലെ ഉണ്ടാകും. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. പറഞ്ഞ രേണുവിനും അത് തന്നെ ഉള്ളൂ. കാര്യം രേണുവിന് കുളിക്കാൻ വയ്യ, അത് തന്നെ ആയിരിക്കും കാരണം. എന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ ഈ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചത് കൊണ്ട് ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല എന്നാണ് പറഞ്ഞേക്കുന്നതെന്ന്. രേണുവിൻ്റെ ഭാഗം സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ബിസിനസ്സുകാരുടെ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് രേണു ഈ പറയുന്നതെല്ലാം. ഇത്രയും വലിയൊരു പബ്ലിക് പ്ലാറ്റ്ഫോം അവിടെ വന്നിരുന്നിട്ട് ഈ പറയുമ്പം ഹെയർ എക്സ്റ്റൻഷൻ വെച്ച ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല എന്ന് അവർ പറഞ്ഞു എന്ന് പറയുമ്പം നമ്മുടെ ഈ കേരളത്തിൽ പോട്ടെ ഒരു സലൂൺ മാത്രമല്ല ഉള്ളത്. ഈ റൂമ കോസ്മെറ്റോളജി എന്ന് പറയുന്ന ഒരു സലൂണുകാർ മാത്രമല്ല ഉള്ളത്. ബാക്കി എല്ലാ സലൂണിലുള്ളവരും അറിയാവുന്ന ആൾക്കാരും ഇതെല്ലാം കാണുന്നവരാണ്. അപ്പോൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു സ്ഥാപനത്തിലേക്ക് തെറ്റായിട്ട് വിചാരിക്കും. കാര്യം അവർക്കൊന്നും അറിയില്ല എന്നുള്ള ചിന്തയിൽ നമ്മൾ നിൽക്കും. ആ ഒരു ഇൻഫർമേഷൻ രേണു ഈ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലൂടെ ആൾക്കാർക്ക് കൊടുത്തോണ്ടിരിക്കുക. എന്താ ചെയ്യുക ഇവരെ പറ്റിയിട്ട്? ഇവർക്ക് കുളിക്കാൻ വയ്യെങ്കിൽ എനിക്ക് കുളിക്കാൻ വയ്യ. കഴിഞ്ഞ ദിനം നമ്മുടെ ജാസ്മിൻ ജാഫർ പച്ചയ്ക്ക് പറഞ്ഞു എനിക്ക് ഡെയിലി കുളിക്കാൻ പറ്റത്തില്ല, എനിക്ക് ജലദോഷം ഉള്ളതാണ്, അതുകൊണ്ട് എനിക്ക് കുളിക്കാൻ പറ്റില്ല. അവർ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ പിന്നെ രേണുവിന് അങ്ങനെ തന്നെ അങ്ങ് പറഞ്ഞാൽ പോരെ? അവർക്ക് കുളിക്കാൻ വയ്യാത്തതിന് ബാക്കിയുള്ള ബിസിനസ്സുകാരുടെ നെഞ്ചത്തടിച്ചുകൊണ്ടാണ് ഇവർ ഈ ചെയ്യുന്നതെല്ലാം. പക്ഷെ ഞങ്ങളന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല, നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം, ക്ലെൻസ് ചെയ്യണം. നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയുക പിന്നെയും ഡസ്റ്റ് അടിഞ്ഞുകൂടാനും നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പിൽ ഡെയിലി നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ്, ലൈസ്, പെയിൻ ഇതുപോലെ ഈ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും. അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയിൽ ഇതൊന്നും നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ 2 ദിവസം നമ്മൾ ഹെയർ വാഷ് ചെയ്തില്ലെങ്കിൽ നല്ലപോലെ ഡാൻഡ്രഫ് ഉണ്ടാകും, പെയിൻ ഉണ്ടാകും, ഈരുണ്ടാവും. അപ്പൊ പിന്നെ രേണുവിന് മാത്രം ഇതൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാര്യമാണ്. അത് മാത്രമല്ല അവർ പ്രത്യേകം പറഞ്ഞു കൊടുത്തെന്നും പറയുന്നു അത് പറ്റില്ല. അതായത് 5 ദിവസം കൂടി ഇരിക്കുമ്പോഴേ ഹെയർ വാഷ് ചെയ്യൂ എന്ന് പറഞ്ഞപ്പം അവർ പറഞ്ഞിട്ടുണ്ട് അത് പറ്റില്ല, നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം എന്നാണ് അവർ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. ഇത് ഇവർക്ക് കുളിക്കാൻ വയ്യാത്തതിന് ബാക്കിയുള്ളവർ എന്ത് ചെയ്യാനാ? ഇപ്പൊ നമുക്ക് പോയി കുളിപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ ഇവരെ. എന്താന്ന് ഞാനിപ്പോൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരിപ്പോകുന്ന നല്ല പറഞ്ഞത്. അതായത് ബ്ലാക്ക് കളറിൽ എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു. എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട്, പെയിൻ ആയിട്ടുണ്ട്. അതായത് ആ ഒരു അതായത് ഇൻസൾട്ട്, അതായത് വേറെ ആള് കാണുമ്പോൾ പലരുടെയും ഒരു പ്രശ്നം, അയ്യോ പെയിൻ എന്ന് പറയുമ്പോൾ എല്ലാ സ്ത്രീക്കും അയ്യോ അതിന് ഭയങ്കര നാണക്കേടാവും. അപ്പോൾ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് പുള്ളിക്കാരി ഇങ്ങനെ കാണിച്ചത്. അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട്, അത് ഷുവറാണ്. എന്നുവെച്ചാല്
ഒട്ടും ക്ലൻസിനെസ്, അതായത് ഹെയർ വാഷും ഇല്ല, മുടിയോ കോംബ് ചെയ്യാറില്ല, എങ്ങനെയൊക്കെ. ശരിയാണ്. നമ്മളിപ്പം രേണുസുധിയുടെ തലയിൽ പെയിൻ തന്നെ ആയിരിക്കും. കാര്യം അവർ പറയുന്നുണ്ട്, ഇങ്ങനെ എടുത്ത് കാണിച്ചിട്ട് പറയുന്നുണ്ട് താഴോട്ട് ഫുള്ള് ബ്ലാക്കിൽ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ രേണു പറയുന്നുണ്ട് അതിനകത്ത്. അപ്പം തീർച്ചയായിട്ടും അത് പെയിൻ തന്നെ ആയിരിക്കാം. തുറന്നു പറയാനുള്ള നാണക്കേട് കൊണ്ടായിരിക്കണം ഈ ഒരു എക്സ്റ്റൻഷൻ വെച്ചിട്ടാണ് എന്നുള്ള കാര്യം പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും അതിപ്പം ആ ഒരു സ്ഥാപനത്തിനെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. അത് ശരിക്കും പെയിൻ തന്നെയാണ്. അല്ലാതെ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്സിൻ ഒരു ടെസ്റ്റിന്റെ ഒരു കണ്ടന്റ് വരില്ല. അത് ചെയ്തവർക്കറിയാം. ഇപ്പോഴും ഞാൻ എൻ്റെ ക്ലിനിക്കിൽ 4 ക്ലയൻസ് ഇപ്പൊ സർവീസ് എടുത്തോണ്ടിരിക്കും. ഞാൻ അവരുടെ അടുത്തൊക്കെ ചോദിച്ചു, എന്തെങ്കിലും ടെസ്റ്റ് നിങ്ങൾക്ക് ഇല്ല, അവർക്കൊന്നും അങ്ങനെ ഒരു പ്രശ്നം വരില്ല, അങ്ങനെ ഒരു മെറ്റീരിയൽ അതിലില്ല, ഇങ്ങനെ ടെസ്റ്റ് ആയിട്ട് വരുന്ന രീതിയിലുള്ള മെറ്റീരിയൽ ഒന്നും ഇല്ല അതില്. അപ്പൊ എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ നല്ല രീതിയിൽ ലൈസ് ഫോം ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനെ പലരും കണ്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരി ഇതിങ്ങനെ കാണിച്ചത്. അല്ലാതെ ഹെയർ എടുത്ത് ഒരെണ്ണം പോലും നമ്മൾ കണ്ടില്ല. ഹെയർ വരാൻ സാധ്യതയില്ല. അത്രയും നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടപ്പം നമുക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുസുധിയെ ഇവർ കൊളാബറേഷന്റെ ഭാഗമായിട്ട് വിളിച്ചാണെന്നാണ് തോന്നുന്നത്. ഇൻ കേസ് കൊളാബറേഷൻ അല്ല എങ്കിൽ പോലും രേണുസുധി അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പൊ അവര് ഈ പറഞ്ഞ കോസ്മെറ്റോളജി എന്ന് പറയുന്ന വെറുതെ പറഞ്ഞാണെങ്കിൽ പോലും ഇത് അത്യാവശ്യം വൈറലാകും എന്നുള്ള കാര്യം അവർക്കറിയാം. ആ ഒരു സ്ഥാപനത്തിന് നല്ലതുപോലെ അറിയാം ഇത് പിന്നീട് ഒരു പ്രശ്നമാകും. നമുക്കറിയാം ഈ പറയുന്ന രേണുസുധി അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറയുന്ന രേണുസുധിയുടെ ഭാഗത്താണ് ശരിയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹെയർ എക്സ്റ്റൻഷൻ വെച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടായത് എന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ചർച്ചാ വിഷയം ആകുമെന്നും ഈ പറയുന്ന റൂമ കോസ്മെറ്റോളജിക്ക് അറിയാം. പക്ഷേ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവർ വന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇടത്തില്ല. അവരുടെ ഭാഗത്തെ മിസ്റ്റേക്ക് ആണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ഭാഗം ക്ലിയർ ചെയ്തിട്ട് വന്നൊരു വീഡിയോ ഇടത്തില്ല. അപ്പം നമുക്കറിയാം എന്ത് തന്നെയാണെന്ന് പറഞ്ഞാലും രേണുസുധിക്ക് ആരുപകാരം ചെയ്താലും അത് ലാസ്റ്റ് ഉപദ്രവമാകത്തതേ ഉള്ളൂ. അപ്പം ഇന്നലെ പറഞ്ഞതുപോലെ ഞാൻ പറയാണ്, അറിഞ്ഞും കണ്ടും മാത്രം കൊളാബറേഷനും കാര്യങ്ങളും രേണുസുധിക്ക് കൊടുക്കുക. അത്രയും മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.